ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരുങ്ങി രാവിലെ യൂണിഫോം ഇട്ട് ഇവിടെ വന്ന് നിൽക്കത്തില്ലല്ലോ. രാവിലെ വന്ന് 9 മണിക്ക് കടയിൽ പഞ്ച് ചെയ്യാനായിട്ട് വന്നപ്പം കട തുറന്നിട്ടില്ല. അവർക്കൊക്കെ 30 വയസ്സ് താഴെയുള്ള കൊച്ചു പിള്ളേരെ മതി. എന്നാൽ ഈ കടക്കാർ വിചാരിക്കും സാറേ, ഈ പഞ്ചിങ് മെഷീൻ നിങ്ങൾ വന്ന് നോക്കാറില്ല എത്ര തൊഴിലാളികളെ പഞ്ചിങ് ഉണ്ടെന്നുള്ള കാര്യം. പഞ്ചിങ് മെഷീനുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒറ്റ ഒരു ലേബർ കമ്മീഷണർ ഇവിടെ വന്ന് നോക്കാറേ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ വന്ന് വലിയ പ്രശ്നങ്ങളായി. അക്കൗണ്ട്സിന്റെ പേന ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സാധനവും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. തുണി എടുക്കാനുള്ള തമിഴ് ആൾക്കാരുണ്ട്. അവർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൾ വരാതിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇവിടുത്തെ പി ആർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ കാര്യത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നു. ഈ SML എന്നൊക്കെ പറഞ്ഞാൽ മഹോത്സവം അവിടെ തൃശ്ശൂർ പൂരം പോലുള്ള അതിനകത്തുള്ള സാധനങ്ങൾ വിറ്റേണ്ട തെളിവല്ലേ അവിടെ കിടക്കുന്ന ബോക്സും കാര്യങ്ങളും എല്ലാം. ആഴ്ചയിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മുതലാളിയുടെ കൂടാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പം നിലവിൽ 95 സ്റ്റാഫുണ്ട്. 95 സ്റ്റാഫുകളുണ്ട്. ഈ 95 സ്റ്റാഫുകൾക്ക് സാലറി ഒക്കെ കൃത്യമായിട്ട് സാലറി എല്ലാം കൃത്യമായിരുന്നു. ഞങ്ങളുടെ സാലറി കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. അക്കൗണ്ടിൽ കൊടുക്കുന്നവർക്ക് മാത്രം സാലറി. ഞങ്ങൾക്ക് ഇപ്പൊ ജോലി വേണം. ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റൂ. ഞങ്ങൾ അങ്ങോട്ടേ പോകും. അപ്പോഴാണ് കട തുറക്കാൻ ഞങ്ങൾ വിചാരിച്ചു ചാവി കൊണ്ടുവരാൻ താമസിക്കുന്നതുകൊണ്ടാണ് തുറക്കാൻ. ചേച്ചി ഇതെന്ത് പരാതി എഴുതുവാണോ അതോ ലേബർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി? ലേബർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഇതിനെ കുറിച്ചേ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങൾ നിർത്തുന്നതിനെ കുറിച്ച്? ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരുങ്ങി രാവിലെ യൂണിഫോം ഇട്ട് ഇവിടെ വന്ന് നിൽക്കത്തില്ലല്ലോ. രാവിലെ വന്ന് 9 മണിക്ക് കടയിൽ പഞ്ച് ചെയ്യാനായിട്ട് വന്നപ്പം കട തുറന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാ സ്റ്റാഫുകളും? അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റാഫിനും അറിയത്തില്ല. ഇവിടുത്തെ 95 സ്റ്റാഫ് ഇപ്പോൾ ഉണ്ട്. 95 സ്റ്റാഫ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒരാൾക്ക് പോലും ഇപ്പം അറിയത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നപ്പോഴാണ് കട തുറക്കാൻ ഞങ്ങൾ വിചാരിച്ചു ചാവി കൊണ്ടുവരാൻ താമസിക്കുന്നതുകൊണ്ടാണ് തുറക്കാൻ. പക്ഷേ അപ്പോഴാണ് അറിയുന്നത് കട അടച്ചു, നിങ്ങൾ വീട്ടിൽ പൊക്കോളാം. കട അടച്ചു എന്നുള്ള വിവരം നിങ്ങൾ ആരാ അറിയിച്ചത്? കട അടച്ചു എന്നുള്ള വിവരം ഇവിടെ വന്നപ്പോഴേ ആരാ അറിയിക്കുന്നത്? ഞാൻ കട തുറക്കുന്ന ആളിനെ വിളിച്ചു. അന്നേരം പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടി കിടക്കുക, ചാവി തന്നില്ല, ചാവി തരാൻ ആളില്ല. അവർ ഇന്നലെ രാത്രിയിൽ സൺഡേ 2 സൺഡേ ആയിട്ട് ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കുക. കഴിഞ്ഞ സൺഡേ ഈ കട 10-11 വർഷമായിട്ട് തുറന്നിട്ട് ഇതുവരെ സൺഡേ ക്ലോസ് ആക്കിയിട്ടേ ഈ 2 ആഴ്ചയായിട്ട് ക്ലോസ് ആക്കിയിട്ട് കഴിഞ്ഞ സൺഡേ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. ഈ ഇന്നലെ രാത്രി മൊത്തം വെളുപ്പിന് വരെ ഇതിനകത്തുനിന്ന് കണ്ടെയ്നറിനകത്ത് സാധനം കടത്തുക. പലർക്കും സാലറി പോലും കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പം ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങളെ പാർട്ടി, ഈ സംഘടന ഈ തൊഴിലാളികൾക്കൊപ്പം നിലകൊള്ളും. ഉറപ്പായിട്ടും ഈ 95 പേർക്കും ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നതായിരിക്കും. പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലല്ലേ ഇവർ നമ്മുടെ കൂടെ തന്നെ. ഇപ്പം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാനായാലും, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാനായാലും, ലേബർ ഓഫീസിൽ പരാതി കൊടുക്കാനായാലും, അത് പോലീസ് സ്റ്റേഷൻ മാർച്ചായാലും അത്തരത്തിലേക്കുള്ള സമരപരിപാടിയിലേക്ക് ഈ തൊഴിലാളികളുടെ കൂടെ ഞങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പമ്പിലുള്ള എല്ലാ ആൾക്കാരും എല്ലാം കണ്ടിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനത്തിലെ മൊത്തത്തിൽ എത്ര സ്റ്റാഫുകളുണ്ട്? ഇപ്പം നിലവിൽ 95 സ്റ്റാഫുണ്ട്. 95 സ്റ്റാഫുകളുണ്ട്. ഈ 95 സ്റ്റാഫുകൾക്ക് സാലറി ഒക്കെ കൃത്യമായിട്ട്? സാലറി എല്ലാം കൃത്യമായിരുന്നു. അത് കള്ളം പറയേണ്ട കാര്യമില്ല. നമുക്ക് സാലറി കൃത്യമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 4 വർഷമായിട്ട് ശമ്പളം കൂട്ടി തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇൻസെന്റീവ് തരാമെന്ന് പറഞ്ഞിട്ട് 4 വർഷമായിട്ട് ഇൻസെന്റീവ് തരുന്നില്ല. 4-ൽ അതിൽ കൂടുതലായി ഇൻസെന്റീവ് തരുന്നില്ല. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല. ഇത് സാലറി പെൻഡിങ് ഉണ്ടോ സ്റ്റാഫുകൾക്ക്? പെൻഡിങ് ഒന്നുമില്ല. 1 മാസത്തെ പെൻഡിങ്ങേ ഉള്ളൂ. ഈ മാസത്തെ പെൻഡിങ്ങേ ഉള്ളൂ. ശമ്പളം എല്ലാം കറക്റ്റ് ആയിരുന്നു. എല്ലാ 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി. അതിനുള്ളിൽ ശമ്പളം ഇത്ര നാളായിട്ട് നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ മുതലാളിയുടെ കൂടാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു ചതിവിപ്പെടുത്തിയിട്ട് പോയതുകൊണ്ടാണ് ഞങ്ങളിത് പ്രതികരിക്കുന്നത്. മുതലാളി ഇപ്പം ഞങ്ങളോട് സംസാരിച്ചിട്ട് കുറേ കാലമായി. ഞങ്ങളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പ്രയറി വന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുതലാളി കടയിൽ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ എന്തുണ്ടെങ്കിലും PRO എന്ന് പറയുമ്പോൾ സാറിനോട് ചോദിക്കും. സാർ ആവശ്യമുള്ള ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ കട അടയ്ക്കുമെന്ന് ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളിപ്പം എല്ലാവരും 40-45 വയസ്സൊക്കെ ഉള്ളവരാണ്. ഞങ്ങളൊരു വേറെ സ്ഥാപനത്തിലിട്ട് ഇപ്പോൾ ഓണം അടുപ്പിച്ച് ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾ എടുക്കത്തില്ല. ഓണം കഴിഞ്ഞാൽ ഒട്ടും കിട്ടത്തില്ല. കല്യാൺ ജ്വല്ലറി വൈദ്യൻസിന്റെ ഇപ്പൊ കല്യാണക്കാർ തന്നെ. ആ ഒരു സാഹചര്യത്തിൽ ഈ ബിൽഡിംഗ് ഓണറിന്റെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യമാണോ? ബിൽഡിംഗ് അതുമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് സ്റ്റാഫിന് അതുമായിട്ട് ഒരു കാര്യം അറിയത്തില്ല. ഇത് എമിനൻസ് ബിൽഡിംഗ് ആണ്. എമിനൻസ് ആളാണെന്ന് അറിയാം. അല്ലാതെ അവരുമായിട്ട് യാതൊരു നമുക്കതിനെപ്പറ്റി ഒന്നും അറിയാം. ഞങ്ങളുടെ മുതലാളി ഇതൊക്കെ നേരത്തെ ചിന്തിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടി അദ്ദേഹം വിറ്റിട്ട് ബാങ്ക് മുഖേന അല്ലാതെ തന്നെ അദ്ദേഹം 500 രൂപ പത്രത്തിനകത്താണ് ഇത് കൈമാറിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം 1.5 കോടി രൂപ ഒരു 500 രൂപ പത്രത്തിനകത്താണ് കൈമാറിയത്, ബാങ്ക് മുഖേന അല്ലാതെ. ഇത് വിറ്റോ? ഇത് മൊത്തം വിറ്റോ? ബിൽഡിംഗ് മൊത്തം വിറ്റോ? ഇത് റെന്റാണ്. അല്ല, ഇതിനകത്തുള്ള സാധനങ്ങൾ വിറ്റേണ്ട തെളിവല്ലേ അവിടെ കിടക്കുന്ന ബോക്സും കാര്യങ്ങളും എല്ലാം.
ഇവിടുന്ന് 3, 4, 5 കണ്ടെയ്നറാണ് പോയെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്നലെ സൺഡേ വെളുപ്പിന് 2:30 വരെ ഇതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത്. ഇന്ന് രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത്. അതുവരെ ഇവിടെ ഒരു പത്രം ഇടുന്ന ഒരാൾ വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രാവിലെ വന്നു. അപ്പം കട ഓഫായി കിടക്കുമായിരുന്നു. അപ്പം ആളെ വിളിച്ചിട്ട് ആൾ ഫോൺ എടുക്കുന്നില്ല, കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് മെയിനായിട്ട് എന്നും രാവിലെ തുറക്കുന്ന ആളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടില്ല. പുള്ളിക്ക് ഈ കാര്യത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നു? അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ല. പുള്ളി ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. പുള്ളിയെ കോൺടാക്ട് ചെയ്യാനുള്ള ആരോ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ കോൾ വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നു. ലേബർ ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായിരുന്നൊക്കെ പറയുന്നു. ഈ ഒരു സ്ഥാപനം പൂട്ടുന്നതിനെ പറ്റി മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ജോലിക്ക് വന്നതാണ്. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കട പൂട്ടിയിട്ടിരിക്കുന്നു. അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്നും രാവിലെ എത്ര മണിയാകുമ്പോഴാണ് തുറക്കുന്നത്? എന്നും തുറക്കുന്നത് 9 മണിക്ക് മുമ്പ് തുറക്കും. 8:45 ആകുമ്പോഴത്തേന് കട തുറക്കും. നമ്മൾ 9 മണിയാകുമ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ കയറണമെന്നാണ്, പഞ്ച് ചെയ്ത് കയറണമെന്നാണ്. പിന്നെ അതുവരെ 9 മണിയായിട്ടും ആൾ വരാതിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇവിടുത്തെ PRO വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സാറ് പറഞ്ഞിട്ടില്ല എന്തുവാന്നുള്ളത്. അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അമ്മാമ്മയും അച്ഛനെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പിന്നുള്ളതൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷേ ഞങ്ങളുടെ ജോലി പോയി. ഇനി ഇവിടെ തുറക്കത്തില്ലെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് സാലറി പെൻഡിങ് ഉണ്ടോ? സാലറി പെൻഡിങ് ഉണ്ട്. സാലറി പെൻഡിങ് ഉണ്ട്. ഈ ഒരു മാസത്തേ ഉള്ളൂ. മുഴുവൻ സ്റ്റാഫുകൾക്കും പെൻഡിങ് ഉണ്ട് ഒരു മാസത്തെ. ആണോ? പിന്നെ അക്കൗണ്ടിൽ ഉള്ളവരുടെ ഉണ്ട്, അക്കൗണ്ടിൽ അല്ലാതെ കൈ കൊടുക്കുന്നവരും ഉണ്ട്. അക്കൗണ്ടിൽ ഉള്ളവരുടെ അക്കൗണ്ടിൽ ഇടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കൈ കൊടുക്കുന്നവരുടെ എങ്ങനെയാണെന്നുള്ളത് അവർ തന്നെ വിഷമിച്ചിരിക്കുകയും ചെയ്യുക. നമ്മുടെ ഈ അടൂർ ഏരിയയിൽ അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അടൂർ ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്. ഹോസ്റ്റലിൽ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? എല്ലാ അച്ഛനും തന്നെ, മാനേജ്മെന്റ് തന്നെ. അതെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ കാര്യം എന്താണ്? കാര്യം നേരത്തെ അവർ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്നതാണ്. നേരത്തെ തൊട്ട് ഇവിടെ തുണി എടുക്കാനുള്ള തമിഴ് ആൾക്കാരുണ്ട്. അവർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമ്മളോട് പറയുന്നത് ലോണുകാരാന്നായിരുന്നു. പക്ഷേ ഈ ഡാറ്റ തൂക്കിയെടുക്കാൻ വരുന്ന ആൾക്കാരാണെന്നുള്ളത് നമ്മൾക്കറിയാൻ വയ്യാതെ പോയി. അതാ വന്നവർ. ഇവിടെ നിന്നുള്ള സ്റ്റോക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ കൊണ്ടുപോയി അവർ? അതോ എല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുപ്പിയും സാധനങ്ങളും വേസ്റ്റുകളെല്ലാം ഇവിടെ കിടക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും കട തുറക്കത്തില്ല, ഈ ഐറ്റം മൊത്തം പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇത് നിങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ? ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന കാര്യം ഞങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. ഏജിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ എടുക്കുന്നില്ല. ഇപ്പോൾ SMലൊക്കെ തന്നെ അവരെല്ലാം പ്രായപരിധിയാണ് പറയുന്നത്. നമ്മൾക്ക് പിള്ളേരും അമ്മമാരും ഒക്കെ ആയിട്ട് കഴിയുന്നതുകൊണ്ട് നമുക്ക് ദൂരോട്ട് ഹോസ്റ്റലിൽ നിന്ന് ജോലിക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ അടൂർ ഏരിയയിലൊക്കെ നമുക്ക് ജോലിക്ക് പറ്റും. പക്ഷേ മറ്റുള്ള കടക്കാരൊന്നും നമുക്ക് ജോലി തരത്തില്ല. ഇത് സംബന്ധിച്ച് ഇവിടുത്തെ പോലീസുകാരോ അധികാരികളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല? പോലീസുകാർ വന്നായിരുന്നു, വന്നിട്ട് പോയി. പിന്നെ രാഷ്ട്രീയക്കാരികളൊക്കെ വന്നും പോയി നിൽക്കുന്നു. സ്റ്റാൻഡുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കടമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പുള്ളിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മൊത്തവും പുള്ളി മറ്റേ ആൾക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ കാര്യം? അത് നമ്മളിപ്പോൾ പറയുമ്പോഴേ നമുക്കറിയുന്നത്. പിന്നെ എസ്പാൻഡ് നിൽക്കുന്ന ബിൽഡിങ് അവിടെ അത് അച്ചാൻ്റെ ആയിരുന്നു. അതിൻ്റെയൊക്കെ പൈസ ഒക്കെ വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സാലറി കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. അക്കൗണ്ടിൽ കൊടുക്കുന്നവർക്ക് മാത്രം സാലറി അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൈ വാങ്ങിക്കുന്നവരാ കൂടുതൽ. ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ 8 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് 4 വർഷമായി സാലറി കൂട്ടി തന്നിട്ട്. ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു, അത് തരുന്നില്ല. സാലറി കൂട്ടി തരുന്നില്ല. ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാം. ഞങ്ങളോട് പോട്ടെ, ഇതിൻ്റെ PRO എന്ന് പറയുന്ന സാറ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഷോപ്പ് പോലെയാണ് ഈ കട നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് പോലും ഒരു വാക്ക് പറയാതാണ് ഈ കള്ളത്തരം കാണിച്ചത്. PRO സാറ് വന്നിട്ടുണ്ട്. സാറ് ഞങ്ങളെപ്പോലെ രാവിലെ ജോലിക്ക് വന്നപ്പോഴാണ് സാറും അറിയുന്നത് ഈ കട ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു, സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന് സാറ് വന്നേരമാണ് അറിയുന്നത്. ലേബർ ഓഫീസിൽ പരാതി കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലേബർ ഓഫീസിൽ പരാതി കൊടുക്കാൻ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫുകൾക്ക് ഇതേ അനുഭവം ഉണ്ടാകരുത്. ഞങ്ങളിപ്പോൾ കാശ് ശമ്പളം തരുന്നവർ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഈ ജീവനക്കാരെല്ലാവരും അവരുടെ പരാതി
എന്നിട്ട് നമുക്ക് അടിയന്തരമായിട്ടൊരു ചർച്ച പത്തനംതിട്ട ഓഫീസിൽ വിളിക്കാം. DLO ഇപ്പം മറ്റന്നാൾ തന്നെ എനിക്കൊന്ന് 2-ാം തീയതി 3-ാം തീയതി ഒരു ചർച്ച സുഷമ എന്ന് പറഞ്ഞ ഒരാളെ പിരിച്ചുവിട്ടേക്കുണ്ട് ഇവിടുത്തെ നമ്മുടെ ശ്രദ്ധയിൽ ആ പരാതി മാത്രമേ ഉള്ളൂ. വേറെ ശമ്പള കുടിശ്ശികയോ അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന ഭീഷണിയോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പരാതികളും നമ്മുടെ ഓഫീസിൽ വന്നിട്ടില്ല. സുഷമയുടെ പരാതി ഞങ്ങൾ അടിയന്തരമായിട്ട് കേൾക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. നമുക്ക് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളിത് കേട്ടപ്പം ഇവിടുത്തെ ചാർജുള്ള ഇപ്പം റാന്നിയിൽ ഇൻസ്പെക്ഷൻ ഞാൻ അടിയന്തരമായിട്ട് വിളിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് സാർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വേഗത്തിൽ വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞു. ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ ഈ പരാതിക്കാരാണോ വരേണ്ടത് അതോ ഇവരെ പ്രതികരിച്ചുള്ള? നമുക്ക് പരാതിക്കാര് എല്ലാവരും വരണമെന്നില്ല, അത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ യൂണിയനിലെ ആണെങ്കിൽ അങ്ങനെ വന്നു, യൂണിയൻസ് വന്നു. ഓരോ യൂണിയൻ ഇല്ല. യൂണിയൻ ഉണ്ടോ? യൂണിയൻ ഇല്ലെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പരാതി തരിക. ഇതിനകത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ തന്നെ പറഞ്ഞ് പരാതി തരണം. അതല്ല ആനുകൂല്യങ്ങൾക്ക് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കാൻ തന്നെ പറയും. പിന്നെ ആനുകൂല്യങ്ങളല്ലേ, ആനുകൂല്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ചയിൽ കൂടി നമുക്ക് ഒരു സാലറി ഉണ്ട്, ഇവർക്ക് കിട്ടുന്ന സാലറി വേറൊന്നാ. ലേബർ കമ്മീഷന്റെ ബുക്കിൽ എഴുതിയേക്കുന്ന സാലറി ഈ ഇരിക്കുന്ന ഒറ്റ സ്റ്റാഫും മേടിക്കുന്നില്ല കയ്യിൽ. സാറേ ഈ പഞ്ചിങ് മെഷീൻ നിങ്ങൾ വന്ന് നോക്കാറില്ല, എത്ര തൊഴിലാളികളെ പഞ്ചിങ് ഉണ്ടെന്നുള്ള കാര്യം. പഞ്ചിങ് മെഷീനുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഒറ്റ ഒരു ലേബർ കമ്മീഷണർ ഇവിടെ വന്ന് നോക്കാറേ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ വല്ല വലിയ പ്രശ്നങ്ങളായി. ഞങ്ങൾക്ക് ഇപ്പൊ ജോലി വേണം, ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റൂ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകും, പിള്ളേരെ കൊണ്ട് നിങ്ങൾ വെറുതെ ഓടിലിരിക്കും. പഠിക്കുന്നവർ ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റൂ. ഇവരോട് ചേർന്ന് ചെയ്തത് ജോലി വേണം, ഞങ്ങൾ ജോലി വേണം. ഞങ്ങൾക്ക് പരാതി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അക്കൗണ്ട്സുകാരും വന്നിട്ടില്ല. അവരോട് ചേർന്നാണ് ഇത് കണ്ടെയ്നറിൽ സാധനം കയറ്റിക്കൊണ്ട് പോയത്. അവർ ചേർന്നിട്ടാണ് ഇത് ചെയ്തു വെച്ച പണി. അവർ ചെയ്ത പണിയാണ്. അക്കൗണ്ട് വരെ സാറിനറിയാമല്ലോ. അക്കൗണ്ട്സിന്റെ പേന ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ കൂട്ടി ചേർന്നിട്ടാണ് ബ്ലാക്ക് മണി വാങ്ങിച്ചവരുണ്ട്, ഒന്നും കിട്ടാതെ വെറുതെ കിടക്കുന്നവരുണ്ട്. അവരെങ്ങോട്ട് പോകും? ജോലി ഇല്ല, ഞങ്ങൾക്ക് ജോലിയില്ല. ബ്ലാക്ക് മണി വാങ്ങിച്ചിട്ട് കൂടെ നിന്ന് ഈ സാധനം ഇറക്കി കൊടുത്തവരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്ത് പോകുമോ? അവർക്ക് പൈസയും ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ. ഞങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച വരെ ഈ സപ്ലയർമാർ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഓർഡർ വരെ കൊടുപ്പിച്ചു. സ്ഥാപനത്തിൽ ഓർഡർ കൊടുക്കേണ്ട കാര്യമില്ല. ഓർഡർ കൊടുക്കത്തില്ലല്ലോ, ഞങ്ങൾക്ക് അറിയില്ല. 2 ലക്ഷം രൂപയുടെ മുണ്ടെടുത്ത് വെച്ചു. ആ പാവം പിടിച്ചവരോട് നടക്കും. 2 ലക്ഷം രൂപ കൊടുത്ത് ബാലരാമപുരത്ത് മുണ്ടെടുത്തിട്ട് ആ മുണ്ടുകാരനാണ് കാശിന് ലേബർ കമ്മീഷൻ ഇവിടെ വന്ന് ഒരു ഒറ്റ ഒരു ഫ്ലോറിലും കയറി ഒരു തൊഴിലാളികളും ഒന്നും ചോദിച്ചിട്ടേ. കഴിഞ്ഞ മാസം വന്ന് ലേബർ കമ്മീഷനുടെ പരിശോധന നടത്തിയത് ഇന്നത് പറയാൻ പറയാം. ലേബർ കമ്മീഷൻ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കുറവുണ്ടോന്ന് ചോദിക്കട്ടെ. 26 പേർക്ക് മാത്രമേ ക്ഷേമനിധിയുള്ളൂ. ഇപ്പൊ ലിസ്റ്റ് എടുത്ത് നോക്കി ലേബർ ഓഫീസിൽ. 3 പേർക്ക് ക്ഷേമനിധിയുള്ളൂ. ഇതൊന്നും ലേബർ ഓഫീസർ അന്വേഷിച്ചിട്ടില്ല. അത് അന്വേഷണമൊന്നുമില്ല. എല്ലാം ഇത്രയും വലിയ സ്ഥാപനത്തിൽ 26 തൊഴിലാളികളല്ലല്ലോ ഉള്ളൂ. അല്ല, ഞങ്ങൾക്ക് എത്ര സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ഞങ്ങളെ പേടിപ്പിച്ചിട്ടേക്കുവാൻ. ഇപ്പോൾ സംഭവം വന്നപ്പോൾ പുളിമെടുക്കനായി. മാത്രം സ്ഥിതി അല്ലത്, എല്ലാ സ്ഥാപനങ്ങളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ലേബർ ഓഫീസർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്നവര് ആ കുട്ടി പറഞ്ഞ പോലെ ഇവിടെ ഫ്രണ്ട് വന്നിരിക്കും, അവിടെ ക്യാബിനിലിരിക്കും, അവർ പറയുന്ന കാര്യങ്ങൾ എഴുതും, അവർ പോകും. ഇത് എത്ര പേരുണ്ടെന്ന് വെരിഫൈ ചെയ്തിട്ടില്ല. ഇത് എത്ര പേർക്ക് ഇതിനകത്ത് ക്ഷേമനിധി ഉള്ളവരുണ്ടെന്ന് വെരിഫൈ ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. അവര് എന്താ ചോദിക്കുക, അവരെന്താ പരാതി കൊടുക്കാത്തത്? ആ പാവങ്ങൾ ഇവിടെ വരുന്ന ഒരു ജീവിതമാർഗത്തിന് വേണ്ടി വരുന്നവരാ. അവരിത് അവിടെ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെ പിരിച്ചുവിടും. ചോദിക്കാൻ ആരുമില്ല.
അടിയന്തരമായ അടൂരുകൾ മറ്റുള്ള തൊഴിലാളികൾ ഇതേ ഗതി വരാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഈ SML എന്നൊക്കെ പറഞ്ഞാൽ മഹോത്സവം അവിടെ മറ്റേ തൃശ്ശൂർ പൂരം പോലുള്ള കിടക്കുന്ന ഇവരൊക്കെ ജോലിക്ക് വരുന്നവരെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഇതിനൊന്നും വരത്തില്ല. ഈ കഷ്ടപ്പെട്ട വീട്ടിലെ ജോലി രാവിലെ 8 മണിക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കൊടുക്കണമെന്ന് അത് ചെയ്യാറേ അത് ചെയ്യുന്ന വളരെ ചുരുക്കം ഷോപ്പുകൾ ഇതുവരെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. ഇപ്പൊ 4 വർഷമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. മറ്റു 2-3 മാസം കൂടി തുച്ഛമായ പൈസ കൂട്ടാറുണ്ട്. നമ്മളെ ജോലിക്ക് എടുക്കത്തില്ല. വയസ്സ് ഓവറായെന്ന് പറഞ്ഞ ഒരു കടക്കാർ നമ്മളെ ജോലിക്ക് എടുക്കത്തില്ല. അവർക്കൊക്കെ 30 വയസ്സ് താഴെയുള്ള കൊച്ചു പിള്ളേരെ മതി. എന്നാൽ ഈ കടക്കാർ വിചാരിക്കുന്നില്ല കൊച്ചു പിള്ളേരെക്കാൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പ്രായമുള്ളവരാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർക്കെല്ലാം കൊച്ചു പിള്ളേർ മതി. ഞങ്ങളുടെ കൂടെ തന്നെ